ആദരണീയനായ യോഗാലക്ഷൻ ശ്രീ ജോയി ആൻഡ്രോട്ടം, ഉദ്ഘാടകൻ ശ്രീ കെ എൻ തങ്കച്ചൻ, ആശംസകൾ അർപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രകാശ് വടക്കേര്, ഇന്ന് രാവിലെ മുതൽ നിരാഹാരം അനുഷ്ഠിച്ച് ഈ പ്രതിഷേധ പരിപാടികളെ കൂടുതൽ ധന്യമാക്കിയ ആദരണീയനായ ജോണി ശ്രീധരൻ, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഇന്ത്യ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ ആയിരുന്ന കാലത്ത് ഒരു രാജഭരണം ആയിരുന്നു. അതിൽ നിന്നും 1947 നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഏകദേശം 75 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇന്ത്യ ഒരു അടിമത്തത്തിലേക്ക് മതത്തിന്റെ പേരിലുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ട് ഒരു അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു രാജ്യമായിരുന്നു. അത് ഇന്ന് അത് നശിച്ച് മതത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും എന്തും നടത്തുന്ന ഒരു നരാധമൻ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലോട്ട് ഇന്ത്യ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെയെല്ലാം ജനാധിപത്യത്തിന്റെ നല്ല നല്ല മുഖങ്ങളെ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യ മുന്നണി നേതാക്കന്മാരെയും ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വർഷങ്ങളായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറെ നാളുകളായിട്ട് രാഹുൽ ഗാന്ധിയെ വേട്ടയാടി അതിലൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെല്ലാം അവരുടെ ഉള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വന്നപ്പോൾ പെട്ടെന്ന് EDA ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടാൽ ഇന്ത്യയിൽ ഇതുപോലെ നൂറുകണക്കിന് അരവിന്ദ് കെജ്രിവാൾ തങ്ങൾക്കെതിരെ വരുമെന്നും ഒരു രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ നൂറുകണക്കിന് രാഹുൽ ഗാന്ധിമാര് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുമെന്നും ഞങ്ങൾ പറയുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് NDAക്ക് എതിരെയുള്ള ഒരു ശക്തമായ വിധിയെഴുത്ത് ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് നിങ്ങളെല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളും അതിൽ ഈ ജനാധിപത്യത്തിന്റെ നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഈ പരിപാടിക്ക് നിരാഹാരം കിടന്ന ജോണി ക്രിസ്റ്റീന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരവസരം തന്ന ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ AIPക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം ഇന്ന് ഈ വന്നിരിക്കുന്ന എല്ലാ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വേദിയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും നാളെ വരാൻ പോകുന്ന നല്ല ഈസ്റ്ററിന്റെ ആശംസകളും ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.